ഗുഡ് മോർണിംഗ്. നമ്മളിന്നൊരു പുതിയൊരു ടോപ്പിക്കായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2-3 വീഡിയോസിൽ ഈ ചില പ്രത്യേക കാര്യങ്ങൾ, ഡിവോഴ്സുമായി ബന്ധപ്പെട്ട് വരുന്ന ചില പ്രത്യേക കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ. ഇതൊരു ഇൻട്രൊഡക്ഷൻ മാത്രമായിട്ട് അതിനെ കണ്ടാൽ മതി. ഇനി നമുക്ക് അതിൻ്റെ ശരിക്കുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അതായത് അതിൻ്റെ നിയമവശങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് അത് സോൾവ് ചെയ്യുക എന്നുള്ളതിനെ പറ്റിയിട്ട്. അതായത് ഇന്ത്യയിൽ ഭർത്താക്കന്മാരാൽ അവഗണിക്കപ്പെടുന്ന സ്ത്രീകൾക്ക്, ഇപ്പം ലിവിങ് ടുഗദർ ആണെങ്കിലും കുഴപ്പമില്ല, കല്യാണം കഴിച്ചിട്ടുള്ള കേസായാലും കുഴപ്പമില്ല, എന്തായാലും കുഴപ്പമില്ല, ഭർത്താക്കന്മാരാൽ അവഗണിക്കപ്പെടുന്ന അല്ലെങ്കിൽ പുരുഷനാൽ അവഗണിക്കപ്പെടുന്ന എല്ലാ സ്ത്രീകൾക്കും താൽക്കാലികമായ ജീവനാംശം കിട്ടാനായിട്ടുള്ള ഒരു പ്രൊവിഷൻ ഇന്ത്യൻ ഭരണഘടനയും അതുപോലെ തന്നെ ഇന്ത്യൻ നിയമവും സ്ത്രീകൾക്ക് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയാം. അതായത് നമുക്കറിയാം, ഇന്ത്യ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പല തരത്തിലുള്ള മതത്തിൽ വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുള്ള ഒരു രാജ്യമാണ്. അതായത് ഇപ്പോൾ ഹിന്ദു രാഷ്ട്രം എന്നുള്ള പേര് പറയുകയാണെങ്കിലും ഹിന്ദുക്കളുണ്ട്, ഹിന്ദുക്കളിൽ തന്നെ പിന്നെ ഇപ്പോൾ ക്രിസ്ത്യൻസ് വരുന്നുണ്ട്, മുസ്ലിംസ് വരുന്നുണ്ട്, ഹിന്ദുക്കളിൽ തന്നെ പിന്നെ പാഴ്സി, ബുദ്ധം, അങ്ങനെയുള്ള മതങ്ങളും വരുന്നുണ്ട്. പിന്നെ ഇന്റർകാസ്റ്റ് മാരേജ് വരുന്നുണ്ട് അല്ലേ. നമ്മളിപ്പോൾ ആർട്ടിക്കിൾ 44 പ്രകാരമുള്ള സ്പെഷ്യൽ ആക്ട് ഉള്ള കല്യാണങ്ങൾ, സ്പെഷ്യൽ ആക്ട് മാരേജ് പ്രകാരമുള്ള കല്യാണങ്ങൾ, പിന്നെ ലിവിങ് ടുഗദർ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള പല തരത്തിലുള്ള കല്യാണങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കല്യാണങ്ങൾക്ക് ശേഷം ഭർത്താക്കന്മാർ ഭാര്യമാരെ എന്തെങ്കിലും അവഗണിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും സ്ത്രീകൾക്ക്, അങ്ങനെയുള്ള അർഹരായ സ്ത്രീകൾക്ക് മെയിൻ്റനൻസ് കിട്ടാനായിട്ടുള്ള അവകാശമുണ്ട്. അതിനുവേണ്ടി അവർക്ക് എന്ത് ചെയ്യും, കോടതിയെ സമീപിക്കാം. ഇതാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ ഒരു വക്കീൽ മുഖാന്തരം നമ്മൾ കോടതിയിൽ ഒരു പെറ്റീഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ പെറ്റീഷൻ എന്ത് സംഭവിക്കുന്നു, ആരാണോ ഭർത്താവ്, ആരാണോ പുരുഷൻ്റെ അടുത്തേക്ക് വരുന്നു, കോടതിയിൽ ഹാജരാകാനായിട്ട് പറയുന്നു. ദെൻ അവർക്ക് ആവശ്യമായിട്ടുള്ള ആനുകൂല്യം കോടതിയിൽ നിന്നും മേടിച്ചെടുക്കാനായിട്ട് സാധിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു 9 കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് ഏത് മതത്തിൽപ്പെട്ട സ്ത്രീകളായിക്കോട്ടെ, ഹിന്ദു ആയാലും കുഴപ്പമില്ല, ക്രിസ്ത്യൻസ് ആയാലും കുഴപ്പമില്ല, മുസ്ലിം ആയാലും കുഴപ്പമില്ല, ഏത് മതത്തിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും അവർ ഫസ്റ്റ് കേസ് കൊടുക്കുക, ഫയൽ ചെയ്യുക എങ്ങനെയാണ്, C.R.P.C 125(1) പ്രകാരമാണ് ഒരു പെറ്റീഷൻ കോടതിയിൽ അവർ വക്കീൽ മുഖാന്തരം കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഏത് മതത്തിലുള്ള ആൾക്കാരായാലും കുഴപ്പമില്ല കേട്ടോ, ഹിന്ദു ആയാലും കുഴപ്പമില്ല, മുസ്ലിം ആയാലും കുഴപ്പമില്ല, ക്രിസ്ത്യാനിയായാലും കുഴപ്പമില്ല, ഏത് മതമായാലും കുഴപ്പമില്ല, C.R.P.C 125(1) പ്രകാരം എന്ത് ചെയ്യാൻ പറ്റും, അതാണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ്. സ്ത്രീക്ക് ഒരു വക്കീൽ മുഖാന്തരം കേസ് ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്തും മനസ്സിലായി വിചാരിക്കും. ഇനി അപ്പോൾ ഒന്നാമത്തെ C.R.P.C 125(1). അപ്പോൾ അങ്ങനെ അത് ഫയൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോടതിയിൽ എന്താ പറയുക, കേസ് കോടതിയിലേക്ക് എത്തുന്നതിനേക്കാൾ മുൻപായിട്ട് 2 വട്ടം എന്ത് സംഭവിക്കും, കോടതിയിലുള്ള കൗൺസിലറിൻ്റെ അടുത്ത് പോയി ഭാര്യയും ഭർത്താവും തമ്മിൽ എന്ത് സംഭവിക്കുന്നു, ഒന്ന് സംസാരിക്കാനായിട്ടുള്ള അവകാശമുണ്ട് കൗൺസിലറിൻ്റെ മുമ്പിൽ വെച്ചിട്ട്. അപ്പോൾ ആദ്യം ഭാര്യയ്ക്ക്, ആരാണ് ആദ്യം പെറ്റീഷൻ കൊടുത്തിട്ടുള്ളത് അയാൾക്ക് അതിനെപ്പറ്റി സംസാരിക്കാനുള്ള അവകാശം കൊടുക്കും. അപ്പോൾ ഭാര്യയാണ് ആദ്യം കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവ് എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ എന്നുള്ളത് മുഴുവൻ പറയും. കൗൺസിലർ അത് മുഴുവനും അവിടെ ഇരുന്ന് കേൾക്കും. അത് കഴിഞ്ഞിട്ട് ഭാര്യയ്ക്ക് എന്ത് ചെയ്യും, ഒരു അവകാശം കൊടുക്കും, ഭർത്താവിന് കൊടുക്കും. ആ ഭർത്താവ് അത് മുഴുവൻ പറയും. ഇത് രണ്ടും കേൾക്കും. അത് കഴിഞ്ഞിട്ട് അവർ പറയും, അടുത്ത മാസത്തേക്ക് നമ്മൾ കേസ് മാറ്റി വയ്ക്കുന്നു, 1 മാസം നമ്മളൊരു സമയം തരാം, നിങ്ങൾ ഒന്നും കൂടി ആലോചിക്കുക, തീരുമാനത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കാണാം എന്ന് പറഞ്ഞിട്ട് അടുത്ത മാസം വയ്ക്കുകയാണ്. വീണ്ടും അടുത്ത മാസം വരുന്നു. ചിലതൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പോഴേക്കും തന്നെ തീരുമാനമാവും. നമ്മൾ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടി ഇടപെട്ട് അത് സെറ്റിൽമെൻറ്റ് ചെയ്യും. പക്ഷേ ചിലപ്പോൾ നടന്നില്ലെങ്കിൽ രണ്ടാമതും എന്ത് സംഭവിക്കും, ഒരു കേസ്, ഒരു കൗൺസിലിംഗ് ഉണ്ടാവും. എന്നിട്ടും നടക്കുന്നില്ല എങ്കിൽ മാത്രമാണ്, ആ 2 കൗൺസിലിംഗും പരാജയപ്പെട്ടാൽ മാത്രമാണ് കോടതിയിലേക്ക് കേസ് എക്സ്റ്റെൻഡ് ചെയ്യും. പരാതി കൊടുത്ത് 2 മാസം വരെയൊക്കെയാണ് നമുക്ക് അതിൻ്റെ സമയം കിട്ടുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഫാമിലിയിൽ നമ്മുടെ ഭർത്താവിൻ്റെ ആയാലും ഭാര്യയുടെ ആയാലും കുറച്ചുകൂടി മെച്ചുവർഡായിട്ടുള്ള ഫാമിലി മെമ്പേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സംസാരിച്ച് തീർക്കാവുന്ന കേസേ ഉള്ളൂ. 2 വട്ടം ചർച്ച നടത്തിയിട്ടും കോടതിയിൽ ചർച്ച നടത്തിയിട്ടും കാര്യങ്ങൾ ശരിയാകുന്നില്ല എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ കേസ് അങ്ങോട്ടേക്ക് പോകും, കോടതിയിലേക്ക് ചെയ്യാം.
ജഡ്ജിയുടെ അടുത്തേക്ക് ചെല്ലും, മജിസ്ട്രേറ്റ്. അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ടും ഭാര്യയ്ക്ക് പറയാം ഭർത്താവ് ഇങ്ങനെയൊക്കെയാണ് എന്തെങ്കിലും പറയും. അപ്പോൾ വീണ്ടും 1 മാസത്തേക്കും കൂടി കേസ് എക്സ്റ്റെൻഡ് ചെയ്യും. അങ്ങനെ 3-ാം മാസമാണ് ശരിക്കും പറയുകയാണെങ്കിൽ ജഡ്ജി എന്ത് പറയും, ഭാര്യയ്ക്ക് ജീവനാംശം ഭർത്താവ് കൊടുക്കേണ്ടതാണ് എന്ന് പറയുകയാണ് ചെയ്യുക. അപ്പോൾ ഭർത്താവിനോട് ചോദിക്കും എത്ര കൊടുക്കാൻ പറ്റും എന്നാണ് സാധാരണ ചോദിക്കുക. അപ്പോൾ നമ്മൾ എന്താണ് പറയേണ്ടത്, നമ്മുടെ വരുമാനത്തിൻ്റെ 25% കൊടുക്കാം എന്നാർക്ക് പറയാം, ഭർത്താവിന് പറയാം. എന്ന് പറയുകയാണെങ്കിൽ ഭാര്യയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഭർത്താവിൻ്റെ വരുമാനത്തിൻ്റെ 25% അവകാശപ്പെടാം. ഈ 25%മായി ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങൾ മുൻപുള്ള വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് റെഫർ ചെയ്യാം. അങ്ങനെ 25% അല്ലെങ്കിൽ എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞു കഴിയുന്നു. ഓട്ടോമാറ്റിക്കായിട്ടും എന്ത് ചെയ്യുന്നു, കോടതി അത് അംഗീകരിക്കുന്നു. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ പൈസ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഈ 3-ാം മാസം എന്തെങ്കിലും പറയുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് സംഭവിക്കും, കേസ് ഇങ്ങനെ നിൽക്കുകയാണല്ലേ. അപ്പോൾ പൈസ അടയ്ക്കാനായിട്ട് കോടതി വിധിച്ചു കഴിഞ്ഞാൽ പൈസ അടയ്ക്കുക തന്നെ ചെയ്യുക, അത് അടച്ചുകൊണ്ടേ പോവുക കേട്ടോ. അടച്ചില്ല എന്നുണ്ടെങ്കിൽ പൈസ അടയ്ക്കാതെ വന്നു കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും, ഭർത്താവിനെതിരെ കേസ് കൊടുക്കാനായിട്ട് സാധിക്കും, റിക്കവറി ചെയ്യാനായിട്ട്. ഭാര്യ വീണ്ടും ഒരു പെറ്റീഷൻ കൊടുക്കുന്നു, ഭർത്താവ് C.R.P.C 125(1) പ്രകാരമുള്ള പൈസ അടയ്ക്കുന്നില്ല, പൈസ റിക്കവറി ചെയ്യാനായിട്ട് കോടതി അനുവദിക്കണമെന്ന് പറഞ്ഞാൽ മാത്രം ഹിന്ദു സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് സംഭവിക്കും ഡൊമസ്റ്റിക് വയലൻസ് പ്രകാരമുള്ള സെക്ഷൻ 23(1) പ്രകാരം എന്ത് സംഭവിക്കും, പൈസ റിക്കവർ ചെയ്യാനായിട്ട് പറയും ഞാരുടെ C.R.P.C. അപ്പോൾ പിന്നെ C.R.P.C 125(1) അവിടെ പ്രസക്തിയില്ല. അപ്പോൾ അത് പ്രകാരം ഇപ്പോൾ ഭാര്യയ്ക്ക് ഇപ്പോൾ ഒരു 5000 രൂപ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് വിധിച്ചേക്കുന്നത്. നമ്മളത് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഭാര്യ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരമുള്ള ഇന്ററിം മെയിൻ്റനൻസ് വേണമെന്ന് കോടതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5000ൻ്റെ കൂടെ എന്തും കൂടി സംഭവിക്കും, കോടതി ഒരു സംഖ്യ പറയും, ആ സംഖ്യയും കൂടി കൊടുക്കേണ്ടി വരും. അപ്പോൾ 5000 പ്ലസ് ആയിട്ട് സംഖ്യ മാറാണ് ചെയ്യും. അപ്പോൾ നമ്മൾ 5000 രൂപ കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് പറഞ്ഞ പൈസ കറക്റ്റായിട്ട് അടച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരമുള്ള ഇന്ററിം മെയിൻ്റനൻസ് എന്ന് പറഞ്ഞ സംഗതി അവിടെ ഉയർന്നു വരില്ല. നമുക്ക് ഫർദർ കേസുകൾ നമുക്ക് അങ്ങനെ ഒഴിവാക്കാൻ പറ്റുന്നു. ഓക്കെ, അതുകൊണ്ട് കോടതി വിധിച്ചു കഴിഞ്ഞാൽ ആ വിധിച്ച പൈസ നമ്മൾ എന്ത് ചെയ്യണം, അടയ്ക്കന്നെ വേണം. അടയ്ക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഏത് കേസ് വരുള്ളൂ, ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരമുള്ള ഇന്ററിം മെയിൻ്റനൻസ് വരുള്ളൂ. പൈസയുടെ എമൗണ്ട് കൂടും, പിന്നെ അവർ എന്തൊക്കെ ആവശ്യപ്പെട്ടാലും നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പറയുകയാണ് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരമുള്ള കേസ് കൊണ്ട് വന്നു എന്ന് വിചാരിക്കുക. അവർ പറയുകയാണ് സാറേ ഞങ്ങൾക്ക് മോണിറ്റോറിയമായിട്ട് കുറച്ച് പൈസ വേണം, കോടതി അംഗീകരിക്കും. ഒന്ന്, ഒരു കുട്ടിക്ക് ചെറിയ ചെറിയ പനി തലവേദന ഉണ്ട്, പൈസ വേണം, കോടതി അനുവദിക്കും. എനിക്ക് ഡ്രസ്സ് വസ്ത്രം ഭക്ഷണം ഒന്നില്ല, അനുവദിക്കണം, കോടതി അനുവദിക്കും. എനിക്ക് താമസിക്കാനായിട്ട് കുട്ടിക്ക് സുരക്ഷിതമായി താമസിക്കാനുള്ള വീട് കാര്യങ്ങളില്ല എന്ന് പറയുകയാണെങ്കിൽ കോടതി വീണ്ടും എന്ത് ചെയ്യും, അത് അംഗീകരിക്കും. പിന്നെ എന്തൊക്കെയാണോ ഭാര്യ ആവശ്യപ്പെടുന്നത് അത് മുഴുവനും എന്ത് ചെയ്തുകൊണ്ടിരിക്കും, കോടതി അംഗീകരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ അംഗീകാരത്തിൻ്റെ എണ്ണം കൂടുന്നതോറും നിങ്ങൾ കൊടുക്കേണ്ട പൈസയുടെ എമൗണ്ട് എന്ത് ചെയ്യും, കൂടി 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 ഇങ്ങനെ ഒരു കേസിൻ്റെ എണ്ണം അങ്ങനെ ചറപറാന്ന് കൂടിക്കൊണ്ടുവരികയാണ് ചെയ്യുക. അപ്പോൾ അത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ C.R.P.C 125 പ്രകാരം കോടതി ആദ്യം വിധിച്ച പൈസ എത്രയാണോ നമ്മളത് പറഞ്ഞ് സെറ്റിൽ ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വരില്ല. അപ്പോൾ C.R.P.C 125(1) പ്രകാരമുള്ള പൈസ അടച്ചില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരമുള്ള കേസ് നിങ്ങൾക്കെതിരെ പൊങ്ങി വരുള്ളൂ. അതുകൊണ്ട് സഹോദരന്മാരെ, ഒരു കാരണവശാലും കോടതി വിധിച്ച പൈസ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, അടയ്ക്കാതിരിക്കാൻ പാടില്ല. ആരൊക്കെ അടയ്ക്കണ്ട എന്ന് പറഞ്ഞാലും പലരും പ്രേരിപ്പിച്ചാലും നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് പാടില്ല, അടയ്ക്കാതെ ഇരിക്കാനായിട്ട് പാടില്ല. അപ്പോൾ C.R.P.C 125 പ്രകാരം മനസ്സിലായില്ലേ. അപ്പോൾ ഇനി ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അടുത്ത സ്റ്റേജിൽ. അപ്പോൾ C.R.P.C 125 പ്രകാരമുള്ള പൈസ അടയ്ക്കാതിരുന്നാൽ മാത്രമാണ് എന്ത് സംഭവിക്കുകയുള്ളൂ, ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരമുള്ള സെക്ഷൻ 23(1) പ്രകാരമുള്ള കേസ് നിങ്ങളുടെ മേത്തേക്ക് വരുള്ളൂ. അപ്പോൾ ആ ഒരു കേസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാൻ സാധിക്കും. പിന്നെ പെൺകുട്ടിക്ക് പഠിപ്പുള്ള പെൺകുട്ടിയാണ് എന്നുണ്ടെങ്കിൽ, ഡിഗ്രി അല്ലെങ്കിൽ +2 പാസ്സായിട്ടുള്ള പെൺകുട്ടിയാണ് എന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം 1955 വന്നിട്ടുള്ള ഹിന്ദു മാരേജ് ആക്ട് സെക്ഷൻ 25 പ്രകാരമുള്ള കേസിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രക്ഷപ്പെടാൻ പറ്റും. ഇൻ കേസ് അവർ അങ്ങനെ കേസ് ഫയൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക, പുതിയ ലേറ്റസ്റ്റ് ആയിട്ട് നിയമം ഇതാണ്, പെൺകുട്ടി ഡിഗ്രി ക്വാളിഫൈഡ് ആണ് എന്നുണ്ടെങ്കിൽ ഹിന്ദു മാരേജ് ആക്ട് സെക്ഷൻ 25 പ്രകാരമുള്ള പൈസ നമുക്ക് അടയ്ക്കേണ്ട. പക്ഷേ ഈ കേസ് പൊങ്ങി വരപ്പോൾ മാത്രമാണ് ആദ്യം പറഞ്ഞ C.R.P.C 125(1) പ്രകാരമുള്ള പൈസ അടയ്ക്കാതിരുന്നാൽ മാത്രമാണ് ഇതൊക്കെ പൊങ്ങി വരുള്ളൂ.
അടച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ സെക്ഷൻ 25 എന്ത് സംഭവിക്കും, അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് എമർജ് ചെയ്ത് വരികയാണ് ചെയ്യുക. പിന്നെ സ്പെഷ്യൽ മാരേജ് ആക്ട് 1957, അത് ഹിന്ദുക്കൾക്ക് വരില്ല, ജനറലായിട്ട് വരുന്ന കണ്ടീഷനാണ്. പിന്നെ എന്താണ് വരിക, ഡിവോഴ്സ് ആക്ട് 1869 പ്രകാരം കേസ് വരാം. പിന്നെ അതുപോലെ തന്നെ മെയിൻ്റനൻസ് ഓർഡേഴ്സ് എൻഫോഴ്സ്മെൻറ്റ് ആക്ട് 1921 പ്രകാരമുള്ള കേസുകളുടെ മേത്തേക്ക് വീണ്ടും വരാം. അതുപോലെ തന്നെ സ്പെഷ്യൽ മാരേജ് ആക്ട് 1954 പ്രകാരം വരാം. പിന്നെ വരുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് റൂൾസ് 2006, ഇത് പ്രകാരമുള്ള കേസുകൾ നമ്മുടെ മേത്തേക്ക് വരാം. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഈ വകുപ്പുകൾ പ്രകാരമുള്ള എല്ലാ കേസുകളും നമ്മുടെ മേത്തേക്ക് വരാം. പക്ഷെ അതിപ്പോൾ വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് മാത്രം ചെയ്താൽ മതി, C.R.P.C 125(1) പ്രകാരമുള്ള കേസിൽ കോടതി വിധിച്ച പൈസ എത്രയാണോ അത് നിങ്ങൾ അടച്ചാൽ മതി. അപ്പോൾ ഈ പറഞ്ഞാൽ ബാക്കിയുള്ള ഒറ്റ കേസ് നിങ്ങളുടെ മേത്തേക്ക് വരാതെ ഇരിക്കും. കാര്യം മനസ്സിലായില്ലേ? അപ്പോൾ C.R.P.C 125(1) പ്രകാരം മാത്രമല്ല, വേറെ ഈ പറഞ്ഞ 8 ഓപ്ഷൻസ് പ്രകാരവും നിങ്ങൾക്ക് എന്ത് സംഭവിക്കാനായിട്ട് സാധിക്കും, കേസ് നിങ്ങളുടെ മേത്തേക്ക് വരാം. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള വിഭാഗങ്ങളിലുള്ള കേസുകളൊക്കെ എപ്പോൾ മാത്രമാണ് പുറത്തേക്ക് വരുള്ളൂ, ഈ ആദ്യം പറഞ്ഞ C.R.P.C 125(1) പ്രകാരമുള്ള പൈസ അടയ്ക്കാതെ ഇരുന്നാൽ മാത്രമാണ് ഇത് വരുള്ളൂ. അപ്പോൾ ഭാര്യയുടെ വീട്ടുകാരോ അല്ലെങ്കിൽ ഭാര്യയുടെ വക്കീലന്മാരോ ഒരിക്കലും എന്ത് പറയില്ല, ചിലപ്പോൾ നിങ്ങൾക്ക് പൈസ അടയ്ക്കാനായിട്ട് അവരുടെ അഡ്രസ്സ് തരില്ല, അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് തരില്ല, അങ്ങനെയൊക്കെ വരും. അപ്പോൾ നിങ്ങൾ സന്തോഷിക്കല്ല വേണ്ടത്, പകരം എന്താണ് ചെയ്യേണ്ടത്, പൈസ കോടതിയിൽ പോയി കെട്ടിയിരിക്കുക. നമ്മുടെ എം സി മെയിൻ്റനൻസ് കേസിനൊരു നമ്പറുണ്ട്, ആ നമ്പർ പ്രകാരം നമ്മൾ എന്ത് ചെയ്യുക, കോടതിയിൽ പോയിട്ട് പൈസ കെട്ടിയിരിക്കുക. അപ്പോൾ പിന്നെ നമുക്ക് പ്രശ്നം വരുന്നില്ല. പറഞ്ഞ് മനസ്സിലായില്ലേ? അപ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ്, വികാരത്തിൻ്റെ പേരിലൊന്നും ചെയ്യരുത്, ബുദ്ധിപൂർവ്വം കരുക്കൾ നീക്കുക. നമ്മൾ കഷ്ടപ്പെട്ട് നേടിയിട്ടുള്ള പൈസ അനർഹരായ സ്ത്രീകൾ ഒരിക്കലും പേടിച്ച് കൊണ്ടുപോകാതിരിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ഭാര്യയ്ക്ക് തന്നെയാണ്, പക്ഷെ നമ്മളോട് സ്നേഹമില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മളെ എന്തെങ്കിലും ഇഷ്യൂസ് എനിവേ അതിൻ്റെ പേരൊക്കെ പിന്നെ സംസാരിക്കും. അപ്പോൾ C.R.P.C 125 പ്രകാരം വരുന്നത് വീണ്ടും എടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ നിയമം എന്ന് പറയുന്നത് നമ്മൾ വക്കീലിനെ കേസ് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അതോടുകൂടി എല്ലാം സേഫായി എന്ന് വിചാരിക്കരുത്. നമ്മളും എന്ത് ചെയ്യണം, ഇതിനെപ്പറ്റി അവയർനെസ് ഉണ്ടാവണം. എന്നാൽ മാത്രമാണ് വക്കീൽ ചെയ്യുന്നത് ശരിയാണോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും മിസ്സിങ് നടത്തുന്നുണ്ടോ എന്നും കൂടി നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പം പലർക്കും കേസുകളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. അപ്പോൾ ആദ്യത്തെ കേസിൽ തന്നെ ഇത് അവസാനിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, പറഞ്ഞ പൈസ അടയ്ക്കുക. ഇനി ഇൻ്റർനെറ്റ് മെയിൻ്റനൻസ് നമ്മളിപ്പോൾ 5000 രൂപ വെച്ച് അടച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക, നമുക്കത് ഒഴിവാക്കാൻ സാധിക്കുമോ? താൽക്കാലിക ചിലവ് ഭാര്യയ്ക്ക്, അതായത് അർഹരായ സ്ത്രീകളാണെങ്കിൽ എന്തായാലും അത് കൊടുക്കണം. അനർഹരായ സ്ത്രീകളാണ്, നിങ്ങളുടെ ഭാഗത്ത് തെറ്റുകളൊന്നുമില്ല, ഭാര്യ അത് വളരെ പ്ലാൻ ചെയ്തുകൊണ്ട് മേടിക്കുകയാണ് എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ നമുക്ക് കേസ് റിജക്റ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ നമ്മൾ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ നിങ്ങളും കുറേ നിയമങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കും. എല്ലാം വക്കീൽമാരെ ഏൽപ്പിച്ചതുകൊണ്ട് മാത്രം ആവണമെന്നില്ല. കാരണം നമ്മൾ ഒരേ കോടതിയിലുള്ള വക്കീലന്മാർക്ക് തന്നെയാണ് കേസ് കൊടുക്കുക. അപ്പോൾ അവർ എതിർഭാഗം വക്കീലും നമ്മുടെ വക്കീലാണെന്നൊക്കെ പറഞ്ഞാലും പരസ്പരം അറിയാവുന്ന ആളുകൾ തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, എനിക്ക് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിവേ, ബി കെയർഫുൾ. നിയമത്തെ പറ്റി നിങ്ങളും എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കുക. അതെനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആ താഴത്തെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ നിയമം അറിയാവുന്ന ആൾക്കാർക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു ഓപ്പൺ ഡിസ്കഷൻ തന്നെ നമുക്ക് നടത്താനായിട്ട് സാധിക്കും. നിയമം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളും നിയമത്തെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നവയ്ക്ക് നിയമജ്ഞർക്കും ജനങ്ങൾക്കും എല്ലാവർക്കും ഉപകാരപ്രദമാകും. ഇതിനെപ്പറ്റി ഒരു പൊതുവായൊരു അവയർനെസ്, നമ്മുടെ നാട്ടിൽ ദിവസം ഏകദേശം കേരളത്തിലെ 138ഓളം കേസുകളാണ് രജിസ്റ്റർ ചെയ്യുന്നത്. പലതും ജെന്യുവിനല്ല. അതിലൊരു 75% കേസുകളും എന്ത് തന്നെയാണ്, ഫേക്കാണ്. മനസ്സിലായ, ആളുകളെ പറ്റിച്ച് പൈസ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ചമയം. പക്ഷേ 25% മാത്രമാണ് ഒരു ജെന്യുവിനായിട്ടുള്ള കേസായിട്ട് വരുന്നുള്ളൂ. അതുകൊണ്ട് ജനങ്ങൾക്ക് നിയമം അറിയാത്തത് കൊണ്ടുള്ള ഒരു പ്രശ്നമാണ്. അപ്പോൾ നിങ്ങളപ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടുത്ത കേസിൽ പറയാം. ഓക്കെ, അപ്പോൾ 9 നിയമങ്ങളുടെ പേര് പറഞ്ഞു കഴിഞ്ഞു. ആ നിയമങ്ങളൊന്നും കൂടി ഓർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ താഴെ കമൻറ്റ് ബോക്സ് ഇടുന്നതായിരിക്കും. ഫസ്റ്റ് കമൻറ്റ് ബോക്സായിട്ട് നമ്മൾ പിൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിയമങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇതാണ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്കിതിൽ പറഞ്ഞ 9 എണ്ണത്തിനെ കുറിച്ചിട്ടുള്ള
ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ വരും വീഡിയോസിൽ നമുക്ക് കാണാം.